Good morning. Good morning, ma'am. Good morning, ma'am. Good Good morning, ma'am. morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന സബ് സെന്ററും പ്രൈമറി ഹെൽത്ത് സെന്ററും ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? Oh, ma'am. Yes, എല്ലാരും ma'am. വായിച്ചു വെക്കുക അല്ലേ? ഓക്കെ. സിമി വിജിത്തെ സിമി വിജിത്തിന്റെ എവിടെ? സിമി ഇല്ല. സിനി ഉണ്ടോ? സിനി എടശ്ശേരിയിൽ ആരൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ആളോടൊന്ന് അല്ല, കേൾക്കുന്നില്ല നിങ്ങൾക്ക്? കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട് മാം, ഉണ്ട്. ഉണ്ടല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ആള് റിപ്ലൈ തരുന്നില്ല, ചോദിച്ചേട്ടാ. ഓക്കെ, സബ് സെന്ററിനെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും ഒരാള്? സബ് സെന്റർ ആരാ പറയാ? ഒരാള് കേട്ടോ, എല്ലാരും കൂടി പറയണ്ട, കാരണം ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് ഒരാളോട് ചോദിക്കുന്നേ. രമ്യ പറയോ? രമ്യ സബ് സെന്റർ. ഇത് നിങ്ങൾ ആരും ഒന്നും വായിച്ചിട്ടില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ചോദിച്ചിട്ട്. ഞാൻ പറയാം മാം. വായിച്ചിട്ടുണ്ട്. ആ, രമ്യ ഒന്ന് പറ കേട്ടോ. രമ്യ, നമ്മുടെ ഹലോ. പോവാണ്, അതുകൊണ്ടാണ് പറയാനായിട്ട് കേട്ടോ. Okay. Sub center the one ഒരു റൂറൽ ഏരിയയിലുള്ള സെന്ററാണ് സബ് സെന്റർ. അതിനകത്ത് 1 to മെഡിക്കൽ സ്റ്റാഫ് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെന്തായിരുന്നു മറന്നു. പിന്നെ അല്ല, ഏതാണ്ട് ഒന്നുകൂടെ ഉണ്ട്, മറന്നുപോയി. മറന്നുപോയല്ലേ? ഇത് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത് കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്. വേറെ ആരാ പറയാ സബ് സെന്ററിനെ? ഞാൻ പറയാം മാം. ഓക്കെ. ലിജിമോള് പറഞ്ഞു. സബ് സെന്റേഴ്സ് ഹെൽത്തുകാര് വഴി ലഭിക്കുന്ന ചികിത്സയാണ്. സബ് സെന്ററിലൂടെ ലഭിക്കുന്ന സർവീസ് പ്രൈമറി കെയർ ഇമ്മ്യൂണിറ്റൈസേഷൻ ആണ്. കുത്തിവയ്പ് പ്രഗ്നന്റ് ടൈമില് കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും ഈ സബ് സെന്റർ ടെമ്പററി ആണ്. ഹെൽത്ത് വർക്കേഴ്സ് എല്ലാം സബ് സെന്ററിന്റെ കീഴിലാണ്. മോളെ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, അവിടെ വേറെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ സബ് സെന്റർ പറഞ്ഞു, അതുപോലെ തന്നെ പ്രൈമറി സെന്ററും പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഒന്നും കൂടി പറയണോ അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട്? വേണ്ട മാം. ക്ലിയർ ആയതാണ്. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറയാൻ പോവാൻ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. The secondary sector of the Indian healthcare system contains rural hospitals and community health centers serving 4 PHC. The CHC specialized medical service are meant for 1,20,000 people. Community health centers are supposed to have at least 30 beds, an operation theatre, a laboratory, X-ray facilities, as well as a team of 4 medical specialists. അപ്പോ ഈ ഒരു CHC അഥവാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് കേട്ടോ. അതായത് സെക്കൻഡറി ആയിട്ട് വരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തില് പ്രൈമറി അല്ല, സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് CHC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൂറൽ ഹോസ്പിറ്റൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് സെർവിംഗ് 4 PHC. അപ്പൊ നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ഒരു PHCയുടെ കീഴിൽ എത്ര സബ് സെന്റർ ക്ലസ്റ്റർ ഉണ്ടാവുന്നേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, 6 ആണോ അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിയേ,
CHC-യുടെ അണ്ടറിൽ വരുന്നത് 4 PHC ആണ് കേട്ടോ. ഒരു CHC-യുടെ അണ്ടറിൽ 4 PHC വരുന്നുണ്ട്. The CHC specialized medical service are meant for 1,20,000 people. അപ്പൊ എന്താണ് ഒരു CHC സെർവ് ചെയ്യുന്നത് 1,20,000 ആളുകളെയാണ്. നിങ്ങൾക്ക് അറിയാലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എന്താ പറയാ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അതാണ് CHCക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾ അവിടെ പോയിട്ടില്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? ഓക്കെ, അത് ആ ഒരു എന്താ പറയാ പിക്ചർ ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ 1,20,000 പീപ്പിളിനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 13 ബെഡ്സ് ഉണ്ട്. 30 ബെഡുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കൊരു CHC-യിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ സർവീസ് ഉണ്ട്. അപ്പൊ എന്താ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പ്രൈമറി PHC-യിലായാലും സബ് സെന്ററിലായാലും നമുക്ക് സ്പെഷ്യലിസ്റ്റിനെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ CHC-യിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പല പല വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും, ഫിസിഷ്യൻ ഉണ്ടാകും, പിന്നെ ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും, സർജൻ ഉണ്ടാകും, ഗൈനക്കോളജി ഉണ്ടാകും. അങ്ങനെ എന്താണ് കുറെ ആളുകൾ അവിടെ കുറെ അതിനു വേണ്ടിയിട്ട്, അതായത് ഇന്ന വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം ആണത് ഈ ഒരു CHC എന്ന് പറയുന്നത്. ഒരു CHC 4 PHC-നെയാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1,20,000 ആളുകളെ 1,20,000 പീപ്പിൾസിനെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ 13 ബെഡ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 13 ബെഡ്സ്, 30 കിടക്കുകൾ വരെ നമുക്ക് CHC-യിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ പല പല ഫെസിലിറ്റീസ് ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ സർവീസ് ഉണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അവിടെ കാണാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ ഓക്കെ അപ്പൊ ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഞാൻ പറയാം. മനസ്സിലായോ? ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് സെക്കൻഡറി സെക്ടർ ആയിട്ട് വരുന്നതാണ് CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ഒരു CHC-യുടെ അണ്ടറില് 4 PHC സെന്ററുകൾ വരുന്നുണ്ട്. 1,20,000 ആളുകളെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. 30 ബെഡുകളുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ട്, ഒരു മെഡിക്കൽ സ്പെഷ്യലൈസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ് നോട്ട് എഴുതാലോ. പോയിന്റ് ഓക്കെ, CHC ഹെഡിങ് കൊടുക്കുക കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്താ വരുന്നേ? സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. അത് എഴുതാ കേട്ടാ. രണ്ടാമത്തെ പോയിന്റ് എന്താ വരിക? എവറി CHC അണ്ടറിൽ 4 PHC വർക്ക് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC സർവിംഗ് 4 PHCs കേട്ടോ. CHC സർവിംഗ് 4 PHCs. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് സെർവ്
1,20,000 people. ഒന്നുകൂടി പറയോ മാം? It is serve 1,20,000 people. CHC have at least, അടുത്ത പോയിന്റ് ആണ് പറയുന്നത്, CHC have at least 30 beds. CHC have at least 30 beds. പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത് അത് എഴുതാം കേട്ടോ. ഇതൊക്കെയുള്ളേ ഫെസിലിറ്റീസ് ലൈക്ക് ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെന്താണ് ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമ്മള് സബ് സെന്റർ പഠിച്ചു, PHC പഠിച്ചു, CHC പഠിച്ചു അല്ലെ? ക്ലിയർ ആയല്ലോ 3 കാര്യങ്ങളും? ഇല്ല, ഇനി നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ? അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണോ എന്നല്ലേ അറിയാൻ പറ്റില്ലേ? ഓക്കെ മാം. ഓക്കെ, നോക്കുക കേട്ടോ. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊരു എന്താ പറയാ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ എന്താണ് നമുക്കൊരു നാഷണൽ ലെവലിൽ ഒരു മിനിസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, നമ്മുടെ ഒരു ആരോഗ്യ മന്ത്രാലയം ഉണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, ആയുഷ് ഒക്കെ വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാ ഓൾ ഇന്ത്യ ലെവലില് കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസം ഉണ്ട്, അങ്ങനെ കുറെ വകുപ്പുകൾ ഉണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള ഒന്നാണത് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന എന്താ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താ പറയാ മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ചികിത്സ മറ്റു സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ? സെൻട്രൽ ലെവലിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്, സുപ്പീരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണിത് നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS അല്ലെ? അതായത് സംസ്ഥാന തലങ്ങളിലുള്ള ആരോഗ്യ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഓരോ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, ഓരോ മന്ത്രിസഭകളുണ്ട് അല്ലെ? ആ മന്ത്രിസഭകളിൽ എന്തുണ്ട്, ഈ ഒരു ആരോഗ്യ വിഭാഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതിനുവേണ്ടി ഒരു മന്ത്രി ഉണ്ട്. പിന്നെ അതിന്റെ കീഴിൽ കുറെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ കൂടിയാണ് എന്ത് നയിച്ചുകൊണ്ട് പോകുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ലെവലിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ഈ സ്റ്റേറ്റ് ലെവലില് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിന്റെ പോലെ തന്നെയാണ് UTS എന്ന് പറയുന്നത്. UTS എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ ടെറിട്ടറീസിനെയാണ് UTS എന്ന് പറയുന്നത് കേട്ടോ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും എന്തുണ്ട്, ഇതുപോലെ തന്നെ ആരോഗ്യ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ,
സ്റ്റേറ്റ് ലെവലില്. ഇനി സ്റ്റേറ്റ് ലെവലിന്റെ കീഴിലായിട്ടാണ് എന്ത് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവൽ വരുന്നത് അല്ലെ. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഓരോരുത്തർക്കും എന്താണ് ഭരണ വിഭാഗങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പേരെന്താ? വീണ ജോർജ്. അപ്പൊ അവരാണ് അല്ലെ, അവരാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്. അവരുടെ കീഴിൽ എന്തുണ്ട്? കുറെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കൂടിയാണ് എന്ത് കൊണ്ടുപോകുന്നത്? നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വിഭാഗത്തെ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ഇനി അതിന്റെ കീഴിലായിട്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയണം. അതിന്റെ കീഴിലായിട്ട് എന്ത് വരുന്നുണ്ട്? ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ആരോഗ്യ വിഭാഗങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തില് 14 ജില്ലകളാണുള്ളത്. 14 ജില്ലകളിൽ എന്തുണ്ട്? ജില്ലാ തലത്തില് ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ നിന്നാണ്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിലോട്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊല്ലം എന്ന് പറയുന്ന ജില്ലയില് ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നത് ആരുടെ മേൽനോട്ടത്തിന് കീഴിലാണ്? അത് സ്റ്റേറ്റ് ലെവലിലെ മേൽനോട്ടത്തിന് കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ എല്ലാ ജില്ലയിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വിഭാഗം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് ലെവലിന്റെ അണ്ടറിൽ വരുന്നതാണ് റൂറൽ ഏരിയാസ്, CHC, PHC, സബ് സെന്റർ. അർബൻ ഏരിയാസിലാണെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഡിസ്ട്രിക്ട് ലെവലിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയ CHC, PHC, സബ് സെന്റർ ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിന്റെ കീഴില് ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടില് കൊറോണ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അല്ലെ. അങ്ങനെ കൊറോണയൊക്കെ ആ ഒരു പാൻഡമിക് ഇവിടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കറിയാം നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എല്ലാവർക്കും അതൊരു എന്താ പറയാ രാജ്യത്തിനുടനീളം ഭീഷണിയാകുന്ന ഒരു ഡിസീസ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള നാഷണൽ ലെവലിൽ നിന്നാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരിക. ഓക്കെ, അപ്പൊ കൊറോണ ഇവിടെ പിടിപെട്ടപ്പോൾ, അങ്ങനെ പടർന്നു പിടിച്ചപ്പോഴും അവിടെ നിന്നാണ് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയത്. അത് സ്റ്റേറ്റ് ലെവലിൽ എന്ത് ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. സ്റ്റേറ്റ് ലെവലിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാ നിർദ്ദേശങ്ങൾ പോവുക? നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നിർദ്ദേശം പോകും. അവിടെ നിന്നാണ് എങ്ങോട്ട് നിർദ്ദേശം പോകുന്നത്? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും ഹോസ്പിറ്റലിലേക്ക് നിർദ്ദേശങ്ങൾ പോകുന്നത് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗത്തിൽ നിന്നാണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മുകളിൽ നിന്നുള്ള ഓർഡർ ലഭിച്ചാലാണ് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? ഘടന കിട്ടിയോ അങ്ങനെയാണെന്ന്? യെസ് മാം. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. അത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും ഉണ്ട്, എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ചുമതലകളാണ് കേട്ടോ ഞാൻ പറയുന്നത്, കടമകൾ കേട്ടോ. ഇതിനകത്ത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടുക്കുന്ന സേവനങ്ങളെയാണ് എന്താ പറയാ? നമ്മള് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാ. ഹോസ്പിറ്റലിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ രോഗനിർണയം, ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് രോഗത്തിന്റെ ഇതിൽ വന്നു കഴിഞ്ഞാല്. അപ്പോ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്ത് സർവീസ് ആണോ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്ട്രാമ്യൂറൽ. അതെന്തായിരിക്കും? അപ്പോ ഹോസ്പിറ്റലിന് പുറത്ത് നൽകുന്ന സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളെയാണ് എന്ത് പറയുന്നത്? എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്റ്റോറേറ്റീവ് ആണ് കേട്ടോ. റിസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അന്നത്തെ ആദ്യത്തേത് വരുന്നത് ഡയഗ്നോസ്റ്റിക് ആണ്. എന്താ? മ്യൂട്ട് കേട്ടോ.
ആദ്യത്തേത് വരുന്നത് ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ രോഗനിർണയം, അതായത് രോഗം കണ്ടുപിടിക്കുക. ഓക്കെ, ദീസ് കൺസിസ്റ്റ് ഓഫ് ദ ഇൻപേഷ്യന്റ് സർവീസ് ഇൻവോൾവിംഗ് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ്. അതായത് ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻപേഷ്യന്റ് സർവീസും ഇതിനകത്ത് വരും. അതായത് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ ചുമതലയാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും രോഗമായിട്ട് വന്നാല് രോഗം കണ്ടുപിടിക്കുന്നു, രോഗം കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, പിന്നെ സർജറി ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്, അതായത് പ്രത്യേക എന്തെങ്കിലും രോഗങ്ങളാണോ കണ്ടെത്തിയെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റല് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് റീസ്റ്റോറേറ്റീവിലെ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയും. ഒന്നുകൂടി പറയാം. ഞാനിപ്പോ പറയുന്നത് ഹോസ്പിറ്റലിലെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന് ഉള്ളില് കൊടുക്കുന്ന സേവനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാം. അതിനകത്ത് ആദ്യത്തേതാണ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻപേഷ്യന്റ് സർവീസ്, അതായത് കിടത്തി ചികിത്സയിലുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ് ആണ്. അവിടെ ഹോസ്പിറ്റലിന്റെ ഉള്ളില് അവര് ചെയ്തു കൊടുക്കുന്നതാണ് എന്ത്, കിടത്തി ചികിത്സയുള്ള ആളുകളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും. ഇപ്പോ ഒരു രോഗി വന്നു, രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയഗ്നോസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, ഇനി രോഗം കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്, പ്രത്യേകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, റയർ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ എവിടെ കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അതാണ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ക്യൂറേറ്റീവ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, അതായത് എല്ലാത്തരം രോഗങ്ങൾക്കുമല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇപ്പൊ എന്ത് രോഗമായിട്ട് നമ്മൾ ചെന്നാലും എന്താണ്, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അതിനുള്ള ചികിത്സ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ പനിയായിട്ട് ചെന്നാലും, അതുപോലെ തന്നെ ജലദോഷമായിട്ട് ചെന്നാലും, ചുമയായിട്ട് ചെന്നാലും ഒക്കെ എന്താണ്, നമുക്ക് അതിനൊക്കെ ചികിത്സ ആര് തരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ തരുന്നുണ്ട് അല്ലെ. എല്ലാ തരത്തിലുമുള്ള ചികിത്സ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാണ്. അത് ഹോസ്പിറ്റലിന്റെ കടമയാണ്. ഓക്കെ, ഇനി അടുത്തത് റിഹാബിലിറ്റേറ്റീവ് ആണ്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻ. അതായത് ഇപ്പോ ഒരാള് ഒരു രോഗവുമായി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഫിസിക്കൽ ആയിട്ട് മാത്രമല്ല സിക്ക് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവാം, മറിച്ച് എന്താണ്, മെന്റൽ ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, സോഷ്യൽ ആയിട്ട് എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന രോഗം ഒരാൾക്ക് സ്ഥിരീകരിച്ചിരിക്കും. അയാൾ ഫിസിക്കലി എന്താണ്, വീക്കാണ് അല്ലെ. ആ രോഗം ബാധിച്ചു കഴിഞ്ഞാല് ഫിസിക്കലി വീക്കാണ്. നെക്സ്റ്റ് എന്താണ്, മെന്റലിയും എന്താണ്, അയാള് വീക്ക് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ സോഷ്യലായിട്ട്, അതായത് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അയാൾക്ക് എന്താ പറയാ, അതിനുള്ള ഇത് അയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ, ഇയാൾ എന്ത് ചെയ്യും അല്ലെ, കുറച്ചു ദിവസം എന്ത് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഐസൊലേറ്റ് ചെയ്യുമല്ലേ, ഇയാളെ തനിച്ചൊരിടത്ത് പാർപ്പിക്കും. അപ്പൊ ഇയാൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ എന്താണ്, ഹോസ്പിറ്റലില് അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും എന്താണ്, പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സുഖമാവും, കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം. അങ്ങനെയുള്ള ധർമ്മങ്ങൾ, അങ്ങനെയുള്ള കടമകൾ എന്താണ്, ഈ ഒരു ഹോസ്പിറ്റല് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. അതായത് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് ഒരു ആളുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, പല പല രോഗങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രത്യേക കെയർ കൊടുക്കണം. എമർജൻസി ആയിട്ട് വരുന്ന, ഇപ്പോ നമ്മളിപ്പോ ഒപിയിൽ നിൽക്കാന്ന് വിചാരിക്കുക, ക്യൂവിൽ നിൽക്കാൻ ഡോക്ടറെ കാണാനായിട്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരാള് വന്നു, ഡോക്ടർ എന്താ ചെയ്യാ, നമ്മൾ നോക്കോ, അല്ലെങ്കിൽ നമ്മളോട് പോവോ?
എന്താ ചെയ്യാ? ആക്സിഡന്റ് ആയവരെ നോക്കാനായിട്ട് പോകും അല്ലെ. അപ്പൊ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവര് അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് വന്നവർക്കൊക്കെ എന്താണ് പ്രത്യേകമായിട്ടുള്ള കെയർ, എമർജൻസി കെയർ ആര് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ആരായിരുന്നു പറയാ? ഒരാള് പറയണം കേട്ടോ. ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അല്ലാതെ ഇത് തുടങ്ങി എന്ന് പറയണം. ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു. ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ അകത്ത് നൽകുന്ന ചികിത്സകളാണ് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് പുറത്ത് നൽകുന്ന സേവനങ്ങൾക്കാണ് എക്സ്ട്രാമ്യൂറൽ സർവീസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം എന്ത് രോഗമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെന്റ് നൽകുന്നതിനെയാണ്. അത് റയർ രോഗമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ചികിത്സ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കെറേറ്റീവ് പറഞ്ഞാൽ എല്ലാ തരം രോഗത്തിനുള്ള ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് റീഹാബിലിറ്റീവ്, അതായത് ഒരു രോഗിയുടെ ഫിസിക്കൽ മാത്രമായിട്ടുള്ളതല്ല, മെന്റലും സോഷ്യലും ആയിട്ടുള്ള എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട് പേഷ്യന്റിനുണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ കൂടെ റീഹാബിലേഷൻ ചെയ്യാൻ ഹോസ്പിറ്റൽ സജ്ജമാവുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് കെയർ ഓഫ് എമർജൻസി, അതായത് അത്യാഹിതമായിട്ട് ഒരു കേസ് ഹോസ്പിറ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആക്സിഡന്റ് ആയോ അത്യാഹിതമായി വന്ന ആ കേസിന് പ്രത്യേകം കെയർ നൽകുന്നുണ്ട് ഹോസ്പിറ്റൽ. ഇതാരാ പറയാ? ഹെൽത്ത് സിസ്റ്റം. ഇത് പറഞ്ഞില്ലല്ലോ. ആരാ പറയാ? ഇപ്പൊ പറഞ്ഞ ആള് തന്നെ ഒന്ന് പറയോ? പറയാം. ഞാൻ വിട്ടുപോയത്, സോറി. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ നാഷണൽ ലെവൽ, അതായത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ പ്രവർത്തിക്കുന്നത്. അതിനെ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കെയർ, അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള നമ്മുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയറിനെ നിർദ്ദേശങ്ങൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ലെവലിന്റെ കീഴിലുള്ള ഡിസ്ട്രിക്ട് ലെവലുള്ള ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് സ്റ്റേറ്റ് ലെവലിൽ നിന്നാണ്. ഇനി ഡിസ്ട്രിക്ട് ലെവലിന്റെ കീഴിലുള്ള ഇതാണ് റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. അതായത് റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളത് CHSC, PHSC ആൻഡ് സബ് സെന്റേഴ്സ്. ഈ റൂറൽ ഏരിയാസിലുള്ള ഹെൽത്ത് സെന്റേഴ്സിനായിക്കോട്ടെ അർബൻ ഏരിയാസിലുള്ള ഹെൽത്ത് സെന്റേഴ്സിനായിക്കോട്ടെ ഇവർക്കുള്ള ഹെൽത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നത് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലുള്ള പ്രിവെന്റീവ് ഫംഗ്ഷൻസ് എന്ന് നോക്കാം കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. നമുക്കറിയാല്ലേ, അതായത് ഗർഭിണികളായിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് അല്ലെ, കുട്ടികളുടെ ജനനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് അല്ലെ. നമുക്കറിയാം അവരുടെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ സാധാരണ എല്ലാ പ്രഗ്നൻസീസും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയും. ഒന്നുകൂടി പറയണം. അതായത് ഹോസ്പിറ്റൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടുക്കുന്ന
കടമകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ റിസ്റ്റോറേറ്റീവ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പലതരത്തിലുള്ള ചികിത്സ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലില്. ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നുണ്ട്, ക്യൂറേറ്റീവ്, റിഹാബിലിറ്റേറ്റീവ്, കെയർ ഓഫ് എമർജൻസീസ് ഒക്കെ എന്താണ് റിസ്റ്റോറേറ്റീവ് ആണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ തന്നെ വരുന്ന റിസ്റ്റോറേറ്റീവിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തേതാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. പ്രിവെന്റീവില് ആദ്യത്തേതെന്ന് പറഞ്ഞാല് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ഹോസ്പിറ്റലിന്റെ കടമയാണ്. അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് അല്ലെ, അതായത് കുട്ടികളുടെ ജനനത്തിന് എന്ത് ചെയ്യുന്നു സൂപ്പർവിഷൻ കൊടുക്കും അല്ലെ. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ എന്ത് വേണം, ഹോസ്പിറ്റലിന്റെ സഹായം വേണ്ടേ, ഡോക്ടർമാരുടെ നഴ്സിന്റെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ നോർമലി ഉള്ള കേസുകളിൽ. അപ്പോ അതാണ് എന്ത് പറയുന്നത് പ്രിവെന്റീവ് ആയിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോ കുട്ടികളുടെ ജനന സമയത്ത് മാത്രമല്ല സൂപ്പർവിഷൻ കൊടുക്കുന്നത്, കുട്ടിക്ക് ഒരു നിശ്ചിത വയസ്സാകുന്നത് വരെ അവന്റെ വളർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ് സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പീരീഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നത് ആരാ? അത് ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ. അപ്പോ കുട്ടികളുടെ വളർച്ച, നോർമൽ ഗ്രോത്തിലുള്ള വളർച്ചയെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും മാനസിക വികാസത്തിനും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്ക് എന്താ ജനിച്ച ഉടനെ എന്ത് ചെയ്യുന്നത് BCG കുത്തിവയ്പ് എടുക്കുന്നു. അതുകൂടാതെ കുട്ടിക്ക് എന്താണ് ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട് അല്ലെ, പല പല വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് 5 വയസ്സ് വരെ പോളിയോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 15 വയസ്സ് വരെ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഹോസ്പിറ്റൽസിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതും ഹോസ്പിറ്റലിന്റെ ഒരു കടമ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? യെസ് മാം. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. അതുപോലെ തന്നെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുണ്ട് അല്ലെ, സാംക്രമിക രോഗങ്ങൾ. ഇപ്പൊ കൊറോണ, നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ്, അതായത് ഒരു എന്താ പറയാ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ ആളുകളിലേക്കൊക്കെ എന്താണ് സ്പ്രെഡ് ആവുന്ന ഡിസീസാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതായത് നീണ്ട കാലം കുറെ നാള് നീണ്ടു നിൽക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ് പല പല രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ TB പോലുള്ള രോഗങ്ങള്, പിന്നെന്താണ് കുറെ ഡിസീസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഉള്ള രോഗങ്ങളൊക്കെ എന്താണ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് സഹായിക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റലിന്റെ ഒരു ധർമ്മമാണെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇത് പറഞ്ഞോ? നെക്സ്റ്റ് മനസ്സിലായി. ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല ഇങ്ങനെ പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാല് പല പല എന്താ പറയാ ബ്രോഷർ പൊട്ടിച്ചിട്ട്, അതായത് പോസ്റ്ററുകൾ പൊട്ടിച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ ചെന്നാല്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറോണ വന്നപ്പോഴെന്താണ് നമ്മളോട് അവര് പറയുന്നില്ല ഓരോ കാര്യങ്ങള്, കൈ കഴുകുക, മാസ്ക് ധരിക്കുക, സ്പർശനം പാടില്ല. അതൊക്കെ എങ്ങനെയാണ് അവർ പ്രദർശിപ്പിക്കുന്നത്? ഓരോരോ ഹോസ്പിറ്റൽസിൽ തന്നെ പല പല ചുമരുകളിലായിട്ട് എന്തെങ്കിലും ഒട്ടിച്ചു വയ്ക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മൾക്ക് പൊണ്ണത്തടിയെ ക്രമീകരിക്കാനുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും. നമ്മള് ജീവിതശൈലി രോഗങ്ങളെ തടയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഹോസ്പിറ്റൽസിലൊക്കെ ചെമരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കൊടുക്കുന്നത്? ജനങ്ങൾക്ക് ഹോസ്പിറ്റൽസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ആളുകളെ അവെയർ ആക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ കൈ കഴുകുക, സോപ്പിട്ട് കൈ വൃത്തിയാക്കുക, സ്പർശനം പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ മാം. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓക്യുപ്പേഷൻ. അത് ഹോസ്പിറ്റലിന്റെ ഒരു കടമയാണ്. അതായത് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ കൊടുക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാ ഈ കോഴ്സ് പഠിക്കുന്നേ? എന്തിനാ പഠിക്കുന്നേ? തൊഴിൽ ലക്ഷ്യമാക്കിയിട്ട് ജോലിക്ക് വേണ്ടിട്ടല്ലേ ഹോസ്പിറ്റലില്? അപ്പൊ ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ്. കാരണം ആളുകളെ, അതായത് രോഗികളായിട്ടുള്ള ആളുകളെ കൂടുതൽ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കുന്നത് അല്ലെ? ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും എന്താണ് ഫംഗ്ഷനിൽ വരുന്ന പ്രിവെന്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ശ്രീജ സുജിത്ത് ഒന്ന് വായിച്ചേ, പ്രിവെന്റീവ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ മാം, വായിക്കാം. Preventive function, ആദ്യത്തെ A, supervision of normal pregnancies and childbirth. B, supervision of normal growth and development of children. C, control of communicable diseases, prevention of prolonged illness. D, health education. E, occupation. എന്താന്ന് പറയണം മാഡം? പറയണം. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ജനനം അല്ലെങ്കിൽ അത് മാത്രമല്ല പ്രഗ്നൻസി കെയർ എല്ലാത്തിനും സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റൽസ് ആണ്. രണ്ടാമത്തെ, കുട്ടികളുടെ നിശ്ചിത വയസ്സാവുന്നത് വരെ, കുട്ടികൾക്ക് നിശ്ചിത വയസ്സാവുന്നത് വരെ അവരുടെ വളർച്ചയിൽ, അവരുടെ മെന്റൽ അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ സഹായിക്കുന്നത്, വളർച്ചയെ സഹായിക്കുന്നത് ഹോസ്പിറ്റൽ ആണ്. പിന്നെ തേർഡ് പോയിന്റ് വന്നിട്ട് സാംക്രമിക രോഗങ്ങൾ, അതായത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളുടെ പ്രിവെൻഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ഹോസ്പിറ്റൽസ് ആണെന്നാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ വിയ പോസ്റ്റർ വഴി അല്ലെങ്കിൽ അവരുടെ പോസ്റ്റർ വഴിയാണ്. അതായത് നമ്മളിപ്പോ ഒരു പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, അതിന്റെ എന്താണ് ചെയ്യേണ്ടത്, കൈ കഴുകുക അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക എന്നുള്ളതൊക്കെ അവര് അവെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഡയറ്റിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും പോസ്റ്ററിലൂടെ അവര് നമുക്ക് അവെയർ ചെയ്ത് തരുന്നുണ്ട് ഹോസ്പിറ്റൽസ്. പിന്നെ അടുത്ത പോയിന്റ് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതും ഹോസ്പിറ്റൽ സഹായിക്കുന്നുണ്ട്, കൊടുക്കാനും ഹോസ്പിറ്റൽസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷൻ കേട്ടോ. ഹോസ്പിറ്റലിൽ കടമയാണ് എന്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുന്നതെന്ന്. അപ്പൊ നമുക്കറിയാല്ലേ എങ്ങനെയായിരിക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക? നിങ്ങൾക്കൊക്കെ അറിയാം ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുക? എങ്ങനെയാ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും ആളുകൾക്ക്, അല്ലാതെ എഡ്യൂക്കേഷൻ കൊടുക്കും. അതെങ്ങനെയാണ്? മെഡിക്കൽ കോളേജ് ആണോ? സ്റ്റുഡൻസിനാണോ? സ്റ്റുഡൻസിനാണ് കേട്ടോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ അണ്ടർ സ്റ്റുഡൻസ് ഉണ്ടാവൂലേ? അതെ, ജൂനിയർ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ. ഓക്കെ. അതായത് ഭാവിയിൽ എന്താണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന, സേവനം അനുഷ്ഠിക്കുന്ന ആളുകളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോ മെഡിക്കൽ, ആദ്യത്തേത് പറയുന്നത് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് കേട്ടോ. അതായത് മെഡിക്കൽ, അതായത് നമുക്കറിയാലേ ഡിഗ്രി മെഡിക്കൽ MBBS ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് വൺ. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. രണ്ടാമത്തത് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. MBBS കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചില ആളുകൾ PG ചെയ്യും അല്ലെ? ചില ആളുകള് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇന്ന വിഭാഗങ്ങളിൽ എന്ത് ചെയ്യും? അതിനുവേണ്ടി പഠിക്കാനായിട്ട് അവര് ശ്രമിക്കും അല്ലെ? അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്. ഓക്കെ. അതുപോലെ തന്നെ നഴ്സുമാരുണ്ടല്ലോ, നഴ്സുമാര്, അതുപോലെ മിഡ്വൈഫ്സ്, സൂതകർമ്മിണികൾ അല്ലെ? അതായത് ഇപ്പോ ഡെലിവറിക്കൊക്കെ അത് സഹായിക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് ഇത് പറയുന്നത് മിഡ്വൈഫ്സ് എന്ന് പറയാം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആരാണ് കൊടുക്കുന്നത്? അത് ഹോസ്പിറ്റലിൽ നിന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഓക്കെ.
അതായത് ആളുകൾക്ക്, രോഗികൾക്ക് സേവനം കൊടുക്കാനായിട്ട് അവർക്ക് കൂടുതൽ കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ നൽകുന്നു. നെക്സ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരിതിന്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങള് ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് ചെന്ന് കഴിഞ്ഞാല് ആദ്യം തന്നെ എന്താണ്, നിങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കില്ല അല്ലെ. ഒരു 3 മാസം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് തരും അല്ലെ. ആ 3 മാസത്തിൽ എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ നമ്മള് പഠിച്ച് എടുക്കണം. അപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളും എന്താണ്, ഓരോരോ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസുകാർക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് സാമൂഹികമായിട്ടുള്ള എന്താണ്, ആരോഗ്യ വിദ്യാഭ്യാസം. അതായത് പൊതുജനങ്ങൾക്ക്, അതായത് അവിടെ വരുന്ന രോഗികൾക്ക് ഉള്ള അവയർനെസ് പ്രോഗ്രാമുകളും പല പല സെമിനാറുകളും അതുപോലെ തന്നെ പല പല പ്രൊജക്ടുകളാക്കിയിട്ട് എന്താണ് ഹോസ്പിറ്റൽസ് ഓരോ കാര്യങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഒരു രോഗം വന്നു കഴിഞ്ഞാല് അതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളൊക്കെ എന്താണ് ഹോസ്പിറ്റൽസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് എന്തിന് വരിക, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരും. ക്ലിയർ ആണോ? ഇത് സിമ്പിൾ ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ ആണ്, അവിടെയുള്ള ആളുകൾക്ക് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്നറിയാനുള്ളതാണ്. ആ തേർഡ് പോയിന്റ് ഒന്ന് പറയോ, നഴ്സ് ആൻഡ് മിഡ്വൈസേഴ്സ്? നഴ്സിംഗ് പറഞ്ഞാൽ നഴ്സുമാർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ലേ? നഴ്സിംഗ് എത്ര നഴ്സിംഗ് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നില്ലേ? നഴ്സായിട്ടുള്ള ആളുകളുടെ ട്രെയിനിങ്ങിന് മറ്റും വരുന്നു. അതുപോലെ തന്നെ മിഡ് വൈഫ്സ്, സൂതകർമ്മിണികൾ എന്ന് പറഞ്ഞാല് ഡെലിവറി ടൈമിൽ അവരെ സഹായിക്കുന്നതാണ്. ഡോക്ടർമാരെ, നഴ്സുമാരെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്നതാണ്. അതിന് തന്നെ ഒരു പ്രത്യേകം കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണോ? പറയാമോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താ, റിസർച്ച്. അപ്പൊ എഡ്യൂക്കേഷൻ ആരാ പറയാ? എഡ്യൂക്കേഷൻ ആരാ പറയാ? സിമ്പിളാ. ഓക്കെ, പറഞ്ഞോ. പറഞ്ഞോ. പറഞ്ഞു. ഇപ്പൊ പറയാൻ പോയ ആള് പറഞ്ഞു കേട്ടോ. എഡ്യൂക്കേഷൻ ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമായവർക്ക് നൽകുന്ന എഡ്യൂക്കേഷൻ, അത് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. സെക്കൻഡ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഓരോ വിഭാഗത്തില് ഇപ്പോ സ്പെഷ്യലായിട്ട് PG ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർക്ക് ഹോസ്പിറ്റൽ നൽകുന്ന എഡ്യൂക്കേഷൻ. ആൻഡ് സി, നഴ്സ് ആൻഡ് മിഡ്വൈസേഴ്സ്, അതായത് നഴ്സസിനൊക്കെ സഹായിക്കാൻ, അതേപോലെ ഗർഭിണികൾക്ക് പരിചരണം നൽകാൻ പ്രത്യേകമായി പഠിക്കുന്ന മേഖല. നെക്സ്റ്റ് ഡി, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, അതായത് മെഡിക്കൽ സ്റ്റാഫ്സുകൾ ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട്, ആ മെഡിക്കൽ സ്റ്റാഫ്സിന് നൽകുന്ന ട്രെയിനിങ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് പൊതുജനങ്ങൾക്ക് നൽകുന്ന ബോധവൽക്കരണമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിസർച്ച് ആണ് കേട്ടോ, ഗവേഷണം കേട്ടോ, റിസർച്ച്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. അതായത് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വരുമല്ലോ, രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അറിവുണ്ടായിരിക്കുക. അതിന് കൂടുതൽ കാര്യങ്ങൾ അതിനെന്താണ് നേടാനായിട്ട് എന്ത് ചെയ്യുക, പ്രാപ്തരാകുക. ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം, ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലേ, അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോ എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്താണ് ആളുകൾക്ക് അറിയുന്നുണ്ടായില്ല. ഹോസ്പിറ്റൽസിന് തന്നെ എന്താണ് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ എന്താണ് പരിചിതമല്ലാത്തൊരു രോഗമാണ് അപ്പൊ അത്. ഓക്കെ, പക്ഷെ പിന്നെ എന്താ ചെയ്തത്,
ഇവരെന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചു. അതെങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ആരാണ് അത് സ്പ്രെഡ് ചെയ്യിക്കുന്നത്, എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം, ഇനി അതിന്റെ വാക്സിൻ എന്താണ്, ഇനി വന്നു കഴിഞ്ഞാല് ആളുകളിൽ എത്രമാത്രമാണ് ഈ മരണനിരക്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എന്താണ് പഠിക്കാനായിട്ട് തുടങ്ങും. ആര്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലിലെ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. കൊറോണ മാത്രമല്ല, എന്ത് രോഗം തന്നെ ആയാലും ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ഒരു രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് നിപ്പ റിപ്പോർട്ട് ചെയ്ത് അല്ലെ, നിപ്പയെ കുറിച്ച് ആദ്യമായിട്ടാണ് അവിടെ ആ ഒരു സമയത്ത് ഇവിടെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തില്. അപ്പൊ ആർക്കും അറിയില്ല അത് കൂടുതലായിട്ടൊന്നും. അപ്പൊ എന്താ ചെയ്തത്, അങ്ങനെ ഒരു നമുക്ക് പേടിക്കേണ്ട രീതിയിലുള്ളൊരു രോഗം നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള അതായത് മന്ത്രി അടങ്ങുന്ന ആരോഗ്യമന്ത്രി അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീം ഉണ്ട് അല്ലെ, അവരൊക്കെ കൂടി എന്ത് ചെയ്യും, ചർച്ച ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള നടപടികളും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നതാണ് ഇത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഉദാഹരണം പറഞ്ഞതെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. രണ്ടാമത്തത് ക്ലിനിക്കൽ മെഡിസിൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഒരു രോഗം ഇപ്പൊ കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടീം എന്ത് ചെയ്യാണ്, അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവര് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ച് എന്താ പറയാ വരികയാണെന്ന് വിചാരിക്കാം. ഇനി ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, മെഡിസിൻ നമ്മൾ ഉണ്ടാക്കണം അല്ലെ. ക്ലിനിക്കൽ മെഡിസിൻ നമ്മള് റിസർച്ചിലൂടെ അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മെഡിസിൻസ് നമ്മള് കണ്ടുപിടിക്കണം. അത് ആരുടെ കടമയാ? അതും എന്താണ്, ഹോസ്പിറ്റൽസിന്റെ കടമയാണ്. ഇപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തന്നെ ആ രോഗിയെ രക്ഷിക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ കടമയാണ്. അപ്പൊ തൽക്കാലത്തേക്കെങ്കിലും ആ രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസ് രോഗികൾക്ക് കൊടുക്കണം. അതെന്താണ്, ഹോസ്പിറ്റലിന്റെ റിസർച്ച് ഫംഗ്ഷനിൽ പെടുന്ന ഒന്നാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അതിന്റെ പാസ്റ്റ് എന്താണ്, അതിന്റെ ഫ്യൂച്ചറിന് എന്താണ് സാധ്യത, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആ രോഗത്തിന്റെ, അതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിപ്പ എന്ന് പറയുന്ന ഒരു സിനിമ, വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന അല്ലെ, കണ്ടിട്ടില്ലേ? നിപ്പയെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയില്ല, വൈറസ്. അതിനകത്ത് ആ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ സിസ്റ്റർ മരിക്കുമല്ലോ, അതിന് ശേഷം കുഞ്ചാക്കോ ബോബന്റെ ആ ഒരു ഇതില് ഒരു ടീം അവരൊരു എന്താ പറയുക സെമിനാർ പോലെ കണ്ടക്ട് ചെയ്തൊരു സീൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. ആ ഒരു സീനാണ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ആ ഒരു രോഗത്തെ കുറിച്ച് എന്താണ് കൂടുതൽ കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. രണ്ടാമത്തേത് അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് മൂന്നാമത്തേന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മളുടെ ഹോസ്പിറ്റൽ പ്രാക്ടീസ്, അതായത് ഈ കാര്യങ്ങൾ ഇപ്പൊ ഒരു രോഗം വന്നു, അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എന്താണ് അത് ഹോസ്പിറ്റലിൽ എങ്ങനെ നമ്മൾ നടപ്പിലാക്കാം, വാക്സിൻസ് എത്രമാത്രം രോഗികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, എത്ര പേരിലാണിത് വിജയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഫംഗ്ഷൻ, അതായത് ആളുകൾക്ക് ഇപ്പൊ ഈ രോഗം വന്ന രോഗികൾക്ക് നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കുത്തിവെക്കണമല്ലോ. അപ്പൊ അതെങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും. അതായത് നമ്മളിപ്പം 2 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നല്ലോ. ഒന്ന്
രോഗത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി മൂന്നാമത്തേത് വരുന്നത് ഹോസ്പിറ്റൽ എങ്ങനെ ഇത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് രോഗികളിലേക്ക് എന്ത് ചെയ്യണം, ഇഞ്ചക്ട് ചെയ്യണമല്ലോ, രോഗികൾക്ക് ഇത് വെക്കണ്ടേ, ശരീരത്തിനകത്തേക്ക് അവർക്ക് കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് മൂന്നാമത്തേത് പറയുന്നത്. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പോ ഇതാണ് എന്ത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. അടുത്തത് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ. എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ നേരത്തെ എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? ഹോസ്പിറ്റലിന് പുറത്ത് ഹോസ്പിറ്റലിന് പുറത്തുള്ള രോഗികൾക്ക് അതായത് ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന, അതായത് ഹോസ്പിറ്റലിന് അകത്ത് കൊടുക്കുന്ന സേവനങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന ഹോസ്പിറ്റലിന് പുറത്ത് എന്തൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ്. അതിനകത്ത് ആദ്യത്തേത് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് കേട്ടോ. എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മള് ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് അല്ലെ, ഡോക്ടറെ കാണാൻ പോകുന്നു, നമ്മൾ മരുന്ന് മേടിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ ആരാ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ആരാ? നമ്മളവിടെ താമസിക്കുന്നില്ല, പോയിട്ട് തിരിച്ചു വരിക ചെയ്യുന്നത് ഔട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ എല്ലാ രോഗികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്, ഇതുപോലുള്ള സേവനങ്ങള് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഹോസ്പിറ്റലിന്റെ എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഹോസ്പിറ്റലിൽ പുറത്തു കൊടുക്കുന്ന സേവനങ്ങളിൽ ഒന്നാണിത് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? മാറിപ്പോകരുത് കേട്ടോ. ഇൻപേഷ്യന്റ് സർവീസ് ആണ് എന്തിൽ വരിക, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരിക. ഔട്ട് പേഷ്യന്റ് സർവീസ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഹോം കെയർ സർവീസസ്. അതായത് ആളുകളുടെ വീടുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തീരെ വയ്യാണ്ടായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, വയസ്സായിട്ടുള്ള രോഗികള്, കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നു. അതെന്തിൽ വരുന്നതാ, ഏത് ഫംഗ്ഷനിൽ വരുന്നതാ? ഹോം കെയർ സർവീസ്. നെക്സ്റ്റ് മൊബൈൽ ക്ലിനിക്സ്. നമുക്കറിയാം അല്ലെ, മൊബൈൽ ക്ലിനിക്സ്, മൊബൈൽ ആംബുലൻസുകളൊക്കെ ഉണ്ട് അല്ലെ. ആംബുലൻസുകളിൽ എന്താണ് സേവനങ്ങൾ അല്ലെ, ഒരു നിശ്ചിത സ്ഥലത്ത് ചെന്നിട്ട് എന്താണ് നിശ്ചിത ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ, കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ട്. അതെന്താണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരും. മൊബൈൽ ക്ലിനിക്കുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ മൊബൈൽ ക്ലിനിക്കുകൾ? അതുപോലെ തന്നെ ഡേ കെയർ സെന്ററുകൾ. ഡേ കെയർ സെന്ററുകൾ ചില എന്താ പറയാ, ഇപ്പോ ചില സ്ഥലങ്ങളിൽ എന്താണ്, ചില ക്ലിനിക്കുകളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇന്ന ദിവസം ഇന്നതായിട്ട് ഇപ്പോ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചെറിയ ചെറിയ ക്ലിനിക്ക് പോലെ 2-3 ദിവസമൊക്കെ എന്താണ്, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചില സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ് ചില കൺസൾട്ടേഷൻ ചെയ്യുക അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്, ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നൈറ്റ് ഹോസ്പിറ്റൽ ആണ്. അതായത് രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആളുകളുടെ ജോലി എന്ന് പറയുന്നത് രാത്രിയിലായിരിക്കും. അപ്പോ ആ ജോലി സ്ഥലത്ത്, ഓഫീസിന് അടുത്തായിട്ട് എന്താണ് ചിലപ്പോൾ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസ് ഇട്ടിട്ട് എന്താണ് ഡോക്ടർമാർ എന്ത് ചെയ്യും, രാത്രിയില് മാത്രം സേവനം അനുഷ്ഠിക്കാനായിട്ട് വരും. നമുക്കറിയാം ഡോക്ടർമാര് മിക്കവരും എന്താണ് രാവിലെയുള്ള ഡ്യൂട്ടി ചെയ്യുന്നത്. രാവിലെ ഒരു 9 മണിക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരു 1 മണിയാകുമ്പോൾ ഒപ്പിന്ന് ഇറങ്ങാം. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോകുന്നത് ഹോസ്പിറ്റൽസിൽ. പക്ഷെ നൈറ്റ് ഹോസ്പിറ്റൽസില് ആ ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, രാത്രിയിൽ ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർമാരവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അത് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ മെഡിക്കൽ കെയർ ക്യാമ്പ്സ് ആണ്. നമുക്കറിയാം അല്ലെ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടി തീരെ പാവപ്പെട്ടവർക്ക്, തീരെ വയസ്സായവർക്ക്
തീരെ എന്താ പറയാ കിടപ്പിലായവർക്ക് അവർക്കൊക്കെ എന്താണ് കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് മെഡിക്കൽ ക്യാമ്പുകള് നടത്തുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുകളുടെ പ്രയോജനം എന്താണെന്ന് വെച്ചാല് ആളുകൾക്ക് നഗരപ്രദേശങ്ങളിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്? ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ആനുകൂല്യങ്ങൾ കിട്ടും. നമുക്ക് ചിലപ്പോ ഒരു സ്കാൻ ചെയ്യാനായിട്ട് 2000 രൂപയാണ് വില വരുന്നതെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അതിന്റെ പകുതിയോ അല്ലെങ്കിൽ എന്താണ് ഒട്ടും തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ല. അപ്പോ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് കൊടുക്കുന്ന ഒന്നാണിത് മെഡിക്കൽ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കേട്ടോ, നമ്മുടെ ചാപ്റ്റർ 3rd ചാപ്റ്റർ ആയിരുന്നു ഇത് കഴിഞ്ഞു. ചാപ്റ്ററിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മാം ഡേ കെയർ സെന്റർ ഒന്നുകൂടെ പറയാമോ? നമ്മളെ ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞാലേ അതായത് ഇപ്പൊ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പ്രവർത്തിക്കുന്ന ക്ലിനിക്ക് പോലുള്ള സ്ഥാപനങ്ങളില്ലേ, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നു. അതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് വായിക്കുക ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിനെ 2ആയിട്ട് തിരിച്ചതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ എന്തായിരുന്നു? കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കാം. ഞാൻ ജസ്റ്റ് നാളെ ഒന്ന് ചോദിക്കാം നിങ്ങളോട് കേട്ടോ. മൊത്തം ചോദിക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നാളെ അടുത്ത ദിവസം പോകാം. ഓക്കെ ഓക്കെ, അപ്പൊ ചെയ്യാനേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.